ശാലിനി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച്. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച്. വെള്ളയമ്പലം യക്ഷിയമ്മൻ കോവിലിന് മുമ്പിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. യക്ഷിയമ്മൻ കോവിലിൽ നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ശാലിനി, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? ശാലിനി. അശ്വതി, പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രതിഷേധ മാർച്ചാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് യക്ഷിയമ്മൻ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. എനിക്ക് പിന്നിൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികൾ ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. അതായത് തലസ്ഥാനത്ത് തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസികളുടെയും സംഘടനകൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തോടും ഹൈന്ദവ വിശ്വാസങ്ങളോടും പോലീസ് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് വലിയ രീതിയിലുള്ള അമർഷം വിശ്വാസികൾക്കുണ്ട്. കാരണം ഇന്നലെ തന്നെ തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന അതിക്രമം, പോലീസിന്റെ അതിക്രമം കയ്യാമം വെച്ച് അവിടെ നിന്ന് BJP പ്രവർത്തകരടക്കമുള്ള ഹൈന്ദവ വിശ്വാസികളെ കൊണ്ടുപോയതിലടക്കം വലിയ രീതിയിലുള്ള അമർഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ മതപാഠശാല തല്ലി തകർത്തുകൊണ്ട് വിഗ്രഹങ്ങൾ തച്ചുടച്ചുകൊണ്ടാണ് ആ ഒരു പ്രതിഷേധം അവർ അറിയിക്കുകയും തച്ചുടച്ചുകൊണ്ട് പോലീസ് അവിടെ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെയാണ് വിശ്വാസ സമൂഹം ഇപ്പോൾ ഒറ്റക്കെട്ടായി ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും പ്രതിനിധികളുണ്ട്. വനിതാ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാറി ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധ മാർച്ച് തടയാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനി ഈ ഹൈന്ദവ വിശ്വാസികൾ അതിനെ കാണുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ വിശ്വാസ സമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹി GK സുരേഷ് ബാബു അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? അല്ല, പോലീസ് ഒരു നിയമ ലംഘനം നടത്തി എന്നുള്ളതാണ്. പോലീസ് എല്ലാവരോടും തുല്യത പാലിക്കേണ്ടതാണ്. തുല്യത പാലിക്കേണ്ട പോലീസ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പിണിയാളായിട്ട് ക്ഷേത്രത്തിനകത്ത് കടന്നു കയറി യാതൊരു അനുവാദവും ഇല്ലാതാണ് ക്ഷേത്രം ചവിട്ടി തുറന്നതും മതപാഠശാല ചവിട്ടി തുറന്നതും അവിടുത്തെ വിഗ്രഹങ്ങൾ തകർത്തതും. അവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഇല്ലാത്ത സ്ഥലമാണ്. അത് നിയമലംഘനമാണ്. ആ നിയമലംഘനത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സൂചിപ്പിച്ചതല്ലേ, ശക്തമായ നടപടി ഉണ്ടാകും വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. TP സെൻകുമാർ അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. മുൻനിരയിൽ തന്നെ അദ്ദേഹം ഉണ്ട്. സാറേ, പോലീസ് സേനയിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ DGP ഒക്കെ ആയിരുന്നു. സാറിന്റെ അഭിപ്രായത്തിൽ ഇന്നലെ പോലീസ് നടത്തിയ ആ ഒരു നരനായാട്ടിനോട് എങ്ങനെയാണ്? ശരിക്ക് എല്ലാ നിയമങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഗുണ്ടകൾ പോലും നാണിക്കുന്ന വിധത്തിലാണ് ഒരു ഓഫീസർ അവിടെ പെരുമാറിയത്. അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ തുടങ്ങുന്നത് തന്നെ പാർഷ്യലായിട്ട് CPM-കാരെ സപ്പോർട്ട് ചെയ്യാൻ നടത്തിയ പ്രവൃത്തികളിൽ നിന്നാണ്. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു മോസ്കിലോ ഒരു പള്ളിയിലോ കടന്നു കയറി ഇതുപോലെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? അപ്പോൾ കുറച്ച് നാളായിട്ട് ഹിന്ദു സംഘടനകൾ വളരെ സംയമനം പാലിക്കുന്നവരാണ്. അവരെ അല്ലാതെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് നിയമം ലംഘിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായ നടപടികൾ ആദ്യമായിട്ട് എടുക്കുക. ബാക്കി കാര്യം പിന്നീട് നോക്കാം. സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നടപടി എടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ്. പോലീസ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവണതയാണ് ഇന്നലെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇടപ്പഴിഞ്ഞിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സംസ്ഥാന പോലീസ് മേധാവിയായിട്ടൊക്കെ ഇരുന്ന ഒരു അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. TP സെൻകുമാർ അടക്കമുള്ളവർ പോലീസിനെ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. കാരണം മറ്റ് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ മറ്റ് വിശ്വാസങ്ങളോടോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോടോ എന്തുകൊണ്ട് പോലീസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അവിടെയാണെങ്കിൽ കൃത്യമായ മറുപടി അവരുടെ കൈകളിൽ നിന്ന് ലഭിക്കും. ഹൈന്ദവ സമൂഹം നിശബ്ദത പാലിക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു സമീപനം അവരോട്
സംഘടനകളോട് നടന്നത്. ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറുക, മതിൽ ചാടി ക്ഷേത്രത്തിലേക്ക് വരിക, അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ അടക്കമുള്ളവരെ അടിച്ചമർത്തുക, അവരുടെ ശരീരമാസകലം വേദനിപ്പിക്കുക, അതിനുശേഷം വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തും വാഹനത്തിനുള്ളിൽ ഇരുവണ്ടിയിലിട്ട് അവരെ മൃഗീയമായി മർദ്ദിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള അമർഷം ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വിവിധ ഹൈന്ദവ സംഘടനകൾ തലസ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, ഒപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരുടെ സംഘടനകളുടെ പ്രതിനിധികൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഔദ്യോഗികമായ അവരുടെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നതാണ്. ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള അവരുടെ തുടർ നീക്കങ്ങൾ എന്നുള്ളതും ഇപ്പോൾ അവർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. പ്രതിഷേധം ശക്തമാവുകയാണ്. ഹൈന്ദവ സംഘടനകളോട്, ഹൈന്ദവ സമൂഹത്തോട് സ്വീകരിച്ച പോലീസ് നടപടിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. തീർച്ചയായും ശാലിനി, എന്തായാലും ഹൈന്ദവ വിശ്വാസങ്ങളും ആചാര ലംഘനങ്ങൾക്കുമെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരള പോലീസിന്റെ ഗുണ്ടാ വിളയാട്ടം അത് അവസാനിപ്പിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ഓരോ പ്രതിഷേധക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. ശാലിനിയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.